എന്താ നിന്റെ ലീവ് കഴിഞ്ഞോ? എടാ നിന്നോടാ ചോദിച്ചത്, നിന്റെ ലീവ് കഴിഞ്ഞോന്ന്. ഇല്ല. പിന്നെന്തോന്ന് അവരടുക്കും പെറുക്കും? ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അങ്ങനൊന്നും നേരത്തെ നീ ഇവിടെ പറയുന്നത് കേട്ടില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചാണെന്ന് വെച്ചോ? ഇപ്പഴെന്തോന്ന് അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടാവാൻ? 1-2 ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറിയിക്കണം തോന്നി. എന്ത് പറ്റി ചുറ്റുപാടിന്? എടാ മാറി നിൽക്കാൻ മാത്രം എന്തുണ്ടായിന്ന്? ഒന്നും പറയുന്നില്ലെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് നമ്മ വിചാരിക്കരുത്. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറയടാ നീ. എന്തോ മനസ്സിലായി നിനക്ക്? എടാ പറയാൻ. വന്ന ദിവസം പോലും ഞാൻ കാണുക അമ്മയ്ക്കെതിരെ രാജുവിടെ ശത്രുത. ശത്രുതയോ? എടാ തെറ്റ് കാണിച്ച ശാസിക്കും. അത് നീ ആയാലും അവളായാലും ഈ വീട്ടിൽ ആരായാലും ശരി. അതിന് ശത്രുത എന്നാരാ പറഞ്ഞേ? അവള് പറഞ്ഞ് പഠിപ്പിച്ചാ നിന്നെ? ആരും പറഞ്ഞ് പഠിപ്പിക്കാതെ തിരിച്ചറിയാനുള്ള വിവരകരിക്കുണ്ട്. അവൾ എന്റെ ഭാര്യ. അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓ, പേരെങ്ങുമില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. എടാ ആദ്യം നീ എന്റെ മോനാ, അത് കഴിഞ്ഞ അവള് നിന്റെ ഭാര്യയായത്. എന്ന് വെച്ച് ആട്ടുതുപ്പ് സഹിക്കുന്നതിന് അതിലൊക്കെ ഉണ്ട്. അത്ര സഹിക്കാൻ മേലെ അച്ഛൻ വിളിച്ചോണ്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോടാ. അത് തന്നെ ചെയ്യാൻ പോകുന്നേ. എന്നാ പൊയ്ക്കോടാ. പിന്നെ പടി കയറരുത്. ഇങ്ങനെ എടുത്തിട്ട് പറ്റില്ലെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഓഹോ, എന്നാൽ ഇങ്ങനെ ഒരു വീടില്ലെന്ന് ഞാനും വിചാരിച്ചോളാം. ഏയ്, എങ്ങനെയുണ്ട്? നമസ്കാരം സാർ. നമസ്കാരം. രവിസാറിന്റെ ഗസ്റ്റ് അല്ലേ? സാറ് വിളിച്ച് പറഞ്ഞിരുന്നു. മോളെ, ഞാൻ ഇവിടുത്തെ കെയർടേക്കറാ, കുട്ടമ്പിള്ള. മുറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോളിലാ. നല്ല വ്യൂ ആണ് സാർ. ഫാമിലി ആവുമ്പോ അതാണ് സൗകര്യം. ആദ്യം പെട്ടിയൊക്കെ ഒന്ന് എടുത്ത് അകത്ത് വെക്കാം. Hello. Hello. Good morning. ഹലോ. Hello. What's your name? പേര് പറ മോളെ. പേര് പറഞ്ഞു കൊടുക്കും മോളെ. Malutina. Oh, what a sweet name. Malutina. Malutina. It's a wonderful name. No. It's not Malutina. Just Maluti. That's all. Oh, I see. Maluti. Maluti. Good. Sir, you are guest. They are guest. All are guest. Engineer Wilson's our friend Devi. Devi's friend, this are guest here. Oh, I see. Well, have a nice day. Thank you. Bye. See you. Tata. Sir, they are. ആസ്ട്രേലിയക്കാരാണ്. 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. പടമെടുപ്പും ചിത്രമരയുമാണ് ജോലി. വലിയ സാറിന്റെ ഗസ്റ്റുകളാണ്. ചേട്ടാ, പിടിച്ചേ. വാ. പിടിച്ചോ. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ അല്ലേ? ദേവി വിളിച്ച് പറഞ്ഞിരുന്നു. ഐ ആം വിൽസൺ ചെറിയാൻ, ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയറാണ്. റൂമൊക്കെ കംഫർട്ടബിൾ അല്ലേ? പിന്നെ എടാ കുട്ടമ്പിള്ളേ, ഇവരെന്റെ ഗസ്റ്റുകളാണ്, മനസ്സിലായല്ലോ. വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. ശരി സാർ. വേറെ എന്തെങ്കിലും ഇൻ കേസ് ഒന്ന് ഫോൺ ചെയ്താൽ മതി. നമ്പർ ഇയാൾക്കറിയാം. ഹാവ് എ നൈസ് ഹോളിഡേ. താങ്ക് യു. സീ യു. ബൈ. See? പോയി. ഓ, എന്റെ മാളിക്കുട്ടിയമ്മേ, നിന്റെ കാര്യം.
എന്താ ഇത്? ഇതാണ് നമ്മൾ അമേരിക്കയിൽ പണിയാൻ പോകുന്ന പുതിയ വീടിന്റെ പ്ലാൻ. ഹായ് നോക്കട്ടെ. എന്നിട്ട് ഇതുവരെ എന്നെ കാണിച്ചില്ലല്ലോ. അതിന് നമുക്കൊരു സാവകാശം കിട്ടിയിട്ട് വേണ്ടേ? പ്ലാൻ എങ്ങനെയുണ്ട്? എന്തിനാ ഉണ്ണിയേട്ടാ വെറുതെ ഓരോ സ്വപ്നങ്ങള്? ഇതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? വേണം. അതിനുള്ള ചില ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോണ് സംഭവങ്ങളൊക്കെ. സാധനം എങ്ങനെയുണ്ട് അത് പറ. ഇത് പോർച്ച്, ഡ്രോയിങ് റൂം, കിച്ചൺ, സ്റ്റോർ റൂം. ഇതൊരു ഓഫീസ് റൂം എനിക്ക്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം, വെരി സ്പേഷ്യസ്. ഈ മുറി നമ്മുടെ മാളൂട്ടിക്ക്. അപ്പൊ ഈ മുറികളോ? മാളൂട്ടി ഇപ്പൊ തനിച്ചല്ലേ, അവക്ക് കൂട്ടുകൂടാനും കളിക്കാനും കുറെ അനിയന്മാരും അനിയത്തി. വേണ്ട ഉണ്ണിയേട്ടാ, നമുക്ക് മാളൂട്ടി മാത്രം മതി. ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ നമ്മുടെ സ്നേഹം പകുത്തു പോവും. വേണ്ട, ഉണ്ണിയേട്ടന്റെ എന്റെ നമ്മുടെ സ്നേഹം മുഴുവനും മാളൂട്ടിക്ക് കിട്ടണം. സ്നേഹം മാത്രമല്ല, എല്ലാം. ശരിയാ, രാജി പറഞ്ഞാൽ ശരി. എല്ലാം നമ്മുടെ മാളൂട്ടിക്ക്. ഈശ്വര, ഇതെന്നും എനിക്ക് നിലനിർത്തി തരണേ. മാമ കളിക്കാൻ വരുന്നില്ലേ? പിന്നെ അടുപ്പത്ത് കോഴിയിരിക്കുന്നു. അവനെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാ പിന്നെ മാമനും മോളും കൂടി കളിയുടെ ഒരു പൂരമല്ലേ. എന്നെയും കൊഞ്ഞു തിന്നോ? പക്ഷെ ഇപ്പോഴല്ല. പിന്നെ മോള് വലുതായി കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ടൊരു വരവുണ്ട് ഇങ്ങോട്ട്. അന്ന് മാമൻ ഇതിനെ മൊത്തം കൊന്ന് നിർത്തി പൊരിച്ച് പ്ലേറ്റിലാക്കി കൊടുത്തടി. അയ്യേ. ഓ.
മാളൂട്ടി മാളൂട്ടി മോളെ കുട്ടമ്പിള്ളേ കുട്ടമ്പിള്ളേ മോളെ മോളെ മാളൂട്ടി എന്താ എന്ത് പറ്റി മോളെ ദൈവമേ ചതിച്ചല്ലോ മോളെ രാജി രാജി നമ്മുടെ മോള് എന്റെ ദൈവമേ ഈ കുഴി മൂടിയിട്ടിരുന്നാണല്ലോ ഇതിന്റെ മൂടി അവിടെ പോയി അയ്യോ അയ്യോ മോളെ മാളൂട്ടി എന്റെ പൊന്നു മോളെ കുട്ടമ്പിള്ളേ കുട്ടമ്പിള്ള എന്റെ മോളെ എങ്ങനെയും രക്ഷിക്കണം എന്തെങ്കിലും ഒന്ന് പോയി എടുത്തോട്ട് വാ അയ്യോ സാറ് സൂക്ഷിക്കണം 10 നൂറ്റാമ്പാട് താഴ്ചയുള്ള കുഴിയാ കുഞ്ഞു ബാക്കിയത്ര എവിടെ തടഞ്ഞിരിക്കുക രാജി 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 വെള്ളം വെക്കാതെ നമ്മുടെ മോളെ നമുക്ക് രക്ഷപ്പെടുത്താം രാജി ധൈര്യമായിട്ടിരിക്കുക പ്ലീസ് സാറ് സമാധാനിക്ക് ഞാൻ എഞ്ചിനീയർ സാറിനെ വിളിക്കാം മോളെ മാളൂട്ടി കുട്ടമ്പിള്ളേ കുട്ടമ്പിള്ളേ കയറോ എന്തെങ്കിലും കിട്ടുമോ അടുക്കള നടത്തി കാണും രാജി ഞാൻ വരുന്നു. കുട്ടി ഇടയ്ക്ക് എവിടെയോ തങ്ങിയിരിക്കുക സാറൊന്ന് വേഗം വരണം സാർ രാജി രാജി മാളൂട്ടി മാളൂട്ടി മോളെ പേടിക്കണ്ട മോളെ മോളെ അച്ഛനുണ്ടോ മോളെ ഇവിടെ മോളെ പേടിക്കണ്ടേ മാളൂട്ടി മോളെ മാളൂട്ടി മോളെ മോളെ മാളൂട്ടി മോൾക്ക് കയറ് കാണാമോ മോളെ പേടിക്കണ്ട മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ മാളൂട്ടി ഇതിലൊന്നും പിടിക്കും മോളെ പിടിക്ക്. ഈ കയറിന് അച്ഛൻ കാണുന്നില്ലേ മോളെ ഇതിൽ പിടിക്കേ പേടിക്കില്ല മോളെ പേടിക്കില്ല ഒന്നുമില്ല മാളൂട്ടി പിടിക്ക് മോളെ എങ്ങനെയെങ്കിലും പിടിക്കും മോളെ മാളൂട്ടി പിടിക്ക് മോളെ അയ്യോ പേടിക്കണ്ട മോളെ മോക്ക് ഒന്നുമില്ല മോളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഇവിടെ മോളെ, അതിന്റെ അച്ഛത്തെ പിടിക്കും മോളെ മോളെ പിടിക്ക് മോളെ പേടിക്കണ്ട മോളെ മോക്ക് ഒന്നും പറ്റില്ല മോളെ ഇതിൽ പിടിക്ക് കയറിൽ പിടിക്കും മോളെ കുഞ്ഞിന് കൈയും കാലും അനക്കാൻ പറ്റണ്ടാവില്ല ഇനി അഥവാ പിടിക്കാൻ പറ്റിയാൽ പോലും ഇത്രയും പൊക്കത്തിൽ എത്തുന്നവരെ പിടിച്ച് തൂങ്ങാൻ പറ്റുമോ കൈയെങ്ങാൻ വിട്ടുപോലെ നിസ്സാര രാജി 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 കുട്ടപ്പിള്ള ഇനിയിപ്പോ എന്താ ചെയ്യ ഗ്രൗണ്ട് ടെസ്റ്റ് എടുത്ത കുഴി കയറി മൂടിയില്ലേ അവിടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എങ്ങനെയെങ്കിലും എത്രയും നേരമായി മോളെ രക്ഷിക്കണം മാളൂട്ടി സാർ, ബാക്കി ഇത്ര കുഞ്ഞ് എവിടെ സ്റ്റക്കായിരിക്കാണ് ഇനി അവിടെ നിന്നെങ്ങാനും സ്ലിപ്പായി താഴോട്ടോ ഉണ്ണി ധൈര്യമായിരിക്കും എടാ കുട്ടമ്പിള്ളേ രാജി നമ്മുടെ മോള് ഒരു 10-20 അടി നീളമുള്ള മുളയോ കമ്പോ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ മുള കാണാം സാർ പിന്നെ കുറച്ച് കമ്പിയോ കൊളുത്തോ കയറോ എന്തെങ്കിലും എടുത്തിട്ട് വാ ദാസേ ഡോക്ടർ ഉസ്മാന്റെ നഴ്സിംഗ് ഹോമിലേക്ക് ഫോൺ ചെയ്ത് ഉടനെ ആംബുലൻസുമായി വരാൻ പറയൂ സ്റ്റേഷനിലേക്ക് വിളിച്ച് എസ് ഐ രായരോടും വരാൻ പറ ആ ഫയർ സ്റ്റേഷനിൽ കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് ഓക്കെ സാർ ഉണ്ണി ഒരു സെക്കൻഡ് അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സാർ എന്റെ കുഞ്ഞ് ഉണ്ണി സമാധാനമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യണം ആദ്യം മിസ്സിനെ ഒന്ന് സമ്മാനിപ്പിക്കൂ കുറച്ചു നേരം എവിടെയെങ്കിലും മാറ്റി ഇരുത്തിയാലും വിരോധമില്ല പ്ലീസ് പ്ലീസ് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു തന്നെയൊക്കെ രാജി മോളെ ഒന്ന് വേഗം വരണേ സാർ